കേസ് പ്രതി ഒന്നാം പ്രതി 13 വർഷത്തിനു ശേഷം കണ്ണൂരിൽ പിടിപ്രതി സവാദാണ് പിടിയിലായത്. വിശദാംശങ്ങളുമായി സാലി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. സാലി, സവാദ് ഒളിവിലായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികളെയെല്ലാം ശിക്ഷ വിധിച്ചതും ശിക്ഷാവിധി നടപ്പാക്കിയതുമെല്ലാമാണ്. സവാദിനെ മാത്രമായിരുന്നു പിടികിട്ടാനുണ്ടായിരുന്നത്. എന്താണ്, എവിടെ നിന്നാണ് സവാദിനെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട്. വിനീഷ, ഈ കേസിൽ സവാദിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അയാളാണ് ഈ കേസിൽ ഏറ്റവും ക്രൂരമായ പ്രവൃത്തി ചെയ്തയാൾ. അതായത് ഈ ജോസഫ് മാഷിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് ഇയാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ കേസിൽ ഒന്നാം പ്രതിയാവുകയും ചെയ്തു. ബാക്കി പ്രതികളെല്ലാവരും തന്നെ പിടിയിലാവുകയും അവർ 2 ഘട്ടങ്ങളിലായി വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കുകയും ചെയ്തപ്പോഴും ഇയാൾ ഒളിവിലായി. അതായത് 2010 ജൂലൈയിലാണ് ഈ സംഭവം നടക്കുന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ മതനിന്ദ ആരോപിച്ച് കൈവെട്ടി മാറ്റുന്ന ഒരു സംഭവമാണ്. വലിയ വിവാദമായ കേസാണ്. ആദ്യം കേരള പോലീസ് അന്വേഷിച്ചു. പിന്നീടത് NIAക്ക് കൈമാറി. അതിൽ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേസ് NIAക്ക് കൈമാറി. NIA അന്വേഷിച്ചു വരികയായിരുന്നു ആ കേസ്. പക്ഷേ NIAക്ക് ഇതുവരെ 13 വർഷമായി ഈ മുഖ്യപ്രതിയായ സവാദിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സവാദ് പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂരിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി സവാദിനെ മൂവാറ്റുപുഴയിൽ എത്തിക്കും എന്നാണ് അറിയുന്നത്. ഏതായാലും NIA ആണ് കേസ് അന്വേഷിച്ചതുകൊണ്ട് NIA കോടതിയിൽ ആദ്യം ഹാജരാക്കേണ്ടതുണ്ട്. തുടർന്നാണ് അന്വേഷണത്തിൻ്റെ ബാക്കി ഘട്ടങ്ങളിലേക്ക് കടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ ഈ കേസിലെ പങ്കാളിത്തം തന്നെയാണ്. ഈ സംഭവം നടന്ന് അന്ന് തന്നെ അയാൾ ഒളിവിൽ പോയിരുന്നു. ആദ്യം ബാംഗ്ലൂർ പോയി. പിന്നീട് ബാംഗ്ലൂരിലേക്കൊക്കെ പോലീസും NIAയും പല ഘട്ടങ്ങളിൽ അന്വേഷണം നടത്തി. പിന്നീട് രാജ്യം വിട്ട് അഫ്ഗാനിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ ഒക്കെ ഒളിവിൽ പോയി എന്നൊക്കെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. പല തരത്തിലുള്ള അന്വേഷണം. ഇയാളെ പിടികൂടുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപ ഇനാം NIA പിടികൂടാൻ സഹായിക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇയാൾ ഒളിവിൽ തന്നെ കഴിയുകയായിരുന്നു. പക്ഷേ ഏതായാലും നിർണായകമായൊരു ഘട്ടത്തിൽ ഇയാളെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആശ്വാസകരമായ കാര്യമാണ്. കാരണം സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മതതീവ്രവാദ സ്വഭാവമുള്ള ഒരു കുറ്റകൃത്യം ചെയ്തതിന് നേതൃത്വം നൽകിയ ആളാണ് അയാൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സവാദ് ഈ കൃത്യത്തിന് നേതൃത്വം നൽകി ഈ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിമാറ്റിയത് എന്നുള്ളതായിരുന്നു അന്ന് കിട്ടിയ വിവരവും. ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ജോസഫ് മാഷിൻ്റെ ഭാര്യ അടക്കമുള്ളവരുടെ മൊഴിയും. തുടർന്ന് ഇയാളെ ഒന്നാം പ്രതിയാക്കി കേരള പോലീസ് കേസെടുത്തു. NIAക്ക് കൈമാറി. NIA അതിൽ വിശദമായ അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. പക്ഷേ ഇയാളെ പിടികൂടാൻ 13 വർഷത്തെ കാലതാമസം ഉണ്ടായി എന്നുള്ളതായിരുന്നു ഒരു പ്രശ്നം. ബാക്കി പ്രതികളെല്ലാം പിടികൂടുകയും 2 ഘട്ടങ്ങളിലായി ബാക്കി പ്രതികളുടെ എല്ലാം കുറ്റപത്രം സമർപ്പിക്കുകയും എല്ലാവരുടെയും വിചാരണ പൂർത്തിയാവുകയും എല്ലാവരെയും തന്നെ ശിക്ഷിക്കുകയും ചെയ്തൊരു കേസാണിത്. അതിൽ ഇനി ഒരാളെയാണ് പിടികൂടാനുണ്ടായിരുന്നത്. അയാളിപ്പോൾ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്.